2002 അവസാനത്തിലോ 2003 മുക്കത്ത് ഒരു ബാർബർ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുന്നു. ബാർബർ ഷോപ്പ് ഉദ്ഘാടനം ചെയ്ത വ്യക്തി നാട മുറിച്ചല്ല ഉദ്ഘാടനം ചെയ്തത്, മറിച്ച് ഒരു വ്യക്തിയുടെ മുടി മുറിച്ചാണ് ബാർബർ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തത്. ആ മുടി മുറിച്ച് ഉദ്ഘാടനം ചെയ്ത വ്യക്തിയുടെ പേര് പ്രൊഫസർ MN കാരശ്ശേരി എന്നായിരുന്നു. ആ പത്രവാർത്ത വളരെ ശ്രദ്ധയോടുകൂടി വായിച്ച ഒരാളാണ്. MN കാരശ്ശേരിയെ ഞാൻ വിളിക്കുന്നു. അദ്ദേഹം ദുബായിൽ വരുന്നുണ്ട് എന്ന് പറയുന്നു. ആ സമയത്ത് സോള വർത്തമാനം എന്ന ടോക്ക് ഷോ ഞാൻ ഏഷ്യാനെറ്റ് മെയിൻ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ, അതിലൊരു അതിഥിയായി പങ്കെടുത്തുകൊണ്ട് സംസാരിക്കാൻ വരാമെന്ന് ഏൽക്കുന്നു. അങ്ങനെ അദ്ദേഹം ദുബായിൽ വന്ന്, ദുബായിൽ നിന്ന് ഞാൻ ബഹറിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്തു. ബഹറിൽ അദ്ദേഹം വരുന്നു. അപ്പോൾ ബഹറിൽ ഫ്ലൈറ്റ് ഇറങ്ങി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കാറിൽ യാത്ര ചെയ്ത കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു കോള് വരുന്നു. കോളിൻ്റെ അങ്ങേ തലയിൽ ഇങ്ങനെയാണ്: ഞാൻ ഡോക്ടർ ആസാദ് മൂപ്പനാണ്, ശ്രീ കാരശ്ശേരി താങ്കളുടെ കൂടെ ഉണ്ടോ, ഒന്ന് കൊടുക്കാമോ, യാത്രയൊക്കെ സുഖമായിരുന്നതെന്ന് എനിക്ക് ചോദിക്കണം എന്ന് പറയുന്നു. ദുബായിൽ ഞാൻ ആസാദ് മൂപ്പന്റെ അതിഥിയായിരുന്നു, ഇപ്പൊ ഇവിടെ രാജീവിന്റെ അതിഥിയായി വരുന്നു. ഈ ഒരു യാദൃശ്ചികത വളരെ സംഭവമാണ്. ഞാനത് ആസാദ് മൂപ്പനെ കുറിച്ച് ഒരിക്കൽ എഴുതിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടർ എബി പിള്ളെ, യൂസഫ് അലി, ഗൾഫാർ മുഹമ്മദ് അലി, ജോയ് ആലക്കാസ് തുടങ്ങിയ മഹാരഥന്മാരായ ബിസിനസ്സുകാരെ മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ അങ്ങോട്ട് പോയി പരിചയപ്പെട്ടാണ് ഇന്റർവ്യൂ എടുക്കുകയോ ബൈറ്റ് എടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ആസാദ് മൂപ്പൻ സാറിൽ നിന്ന് എനിക്ക് ആദ്യമായിട്ട് ഇങ്ങോട്ടൊരു കോൾ വന്നുകൊണ്ടാണ് പരിചയപ്പെടുന്നത്. പിന്നീട് അവർ വലിയൊരു ബന്ധമായി മാറിയിട്ടുണ്ട്. അദ്ദേഹത്തെ പിന്നീട് ഒരുപാട് അടുപ്പങ്ങളുണ്ട്, പിന്നീട് ഒരിക്കലും പറയാവുന്നതാണ്. അങ്ങനെയാണ് 2003 MN കാരശ്ശേരി ബഹറിലെത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ കാരശ്ശേരി മാഷുമായിട്ടുള്ള എൻ്റെ സൗഹൃദവുമായി ബന്ധപ്പെട്ട് കഥകൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ അജിത് കുമാർ, അദ്ദേഹം പല കമ്പനികളിൽ വളരെ ഉന്നതമായ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഒരാളാണ്. ആ അജിത് കുമാർ ഒരിക്കൽ എന്നോട് പറഞ്ഞു, രാജീവ്, ഇത്തരത്തിലെ ഒരുപാട് അനുഭവങ്ങളും ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ താങ്കളുടെ മാധ്യമ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പുസ്തകമായിട്ടും വീഡിയോ ആയിട്ടും ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തിബന്ധങ്ങളിലേക്ക് ഈ വീഡിയോ കടന്നു ചെല്ലുന്നത്. അങ്ങനെ 2003 കാരശ്ശേരി മാഷ് വരുന്നു. കാരശ്ശേരി മാഷ് ടോക്ക് ഷോയിൽ പങ്കെടുക്കുന്നു. ആ നിമിത്തം തൊട്ട് ഇങ്ങോട്ടുള്ള ഒരു 23 വർഷം പിന്നീട് കാരശ്ശേരി മാഷുമായിട്ടുള്ള വളരെ അടുപ്പം, ആത്മബന്ധം വളർന്നു വരുന്ന ഒരു തലമുണ്ടായിരുന്നു. ആ ആത്മബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യന്റെ അകമ്പുറം ഒരു പരിധിവരെ നമ്മളിൽ വളരെ എഴുത്തിൻ്റെയും പ്രവൃത്തിയുടെയും ജീവിതാനുഭവങ്ങളുടെയും എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയാ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. എല്ലാവർക്കും അത് അങ്ങനെ പറയാൻ പറ്റി എന്ന് വരില്ല. പല മഹാന്മാരെയും അവരുടെ വാക്കുകൾ നമ്മൾക്ക് മഹത്തരമാകുമ്പോൾ പ്രവൃത്തി അങ്ങനെ മഹത്തരമല്ല എന്ന് തോന്നുന്നൊരു തരമുണ്ട്. കാരശ്ശേരി അങ്ങനെയല്ല എന്നാണ് എൻ്റെ ഒരു വളരെ അടുത്ത അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തോന്നിയിട്ടുള്ളത്. അന്ന് തൊട്ട് ഇങ്ങോട്ട് പലപ്പോഴായി കാരശ്ശേരി മാഷ് ബഹറിൽ വന്നിട്ടുണ്ട്. കാരശ്ശേരി മാഷുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് താനും. അപ്പോൾ കാരശ്ശേരി മാഷ് ബഹറിൽ വന്ന പല കാരണങ്ങൾക്കും അതിന് നിമിത്തമാകാൻ മാഷെ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് വരാനും ഒക്കെ തയ്യാറാകുന്ന ഒരു തലമുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് കാരശ്ശേരി മാഷ് അവസാനമായി വന്നത് മഹാത്മാഗാന്ധി കൾച്ചർ ഫോറത്തിന്റെ പ്രസിഡന്റ് ബാബു കുഞ്ഞിരാമ നേതൃത്വത്തിൽ നടന്ന പ്രോഗ്രാമിൽ സംബന്ധിക്കാനും മാനവികത എന്നായിരുന്നു വിഷയം. വളരെ ഗംഭീരമായ ഗാന്ധിസവുമായി ബന്ധപ്പെട്ട് ഗാന്ധിസത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഗാന്ധിസമില്ല എന്ന് പറയുന്ന ഏക വ്യക്തി ഗാന്ധിയാണ്, പക്ഷെ ഗാന്ധിസം എന്ന ഒരു അവസ്ഥ ലോകത്ത് നിലനിൽക്കുന്നുവെന്നും ആ ലോകത്തിന്റെ ഏറ്റവും വലിയ ചാലക ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നു എന്നും ഒക്കെയുള്ള കാരശ്ശേരി മാഷയുടെ പ്രൗഢഗംഭീരമായ പ്രസംഗം ഒരു സദസ്സിനെ ആദ്യാവസാനം കോരിത്തെരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ സോമൻ ബേബിയെ പോലെയൊക്കെയുള്ള ആളുകൾ പരിപാടിയിൽ നിന്നും പരിപാടികളിലേക്ക് പോവുകയാണ് ചെയ്യുക. ലേശം വൈകി തുടങ്ങിയ ഈ പ്രോഗ്രാം അവസാനിക്കുന്നത് 2.5 മണിക്കൂർ സമയം അദ്ദേഹം ഇരുന്ന് കേട്ട് പോയത് വളരെ ശ്രദ്ധേയമാണ്. അത്തരത്തിൽ ഓരോ വ്യക്തികളും അന്നേ ദിവസം തന്നെ പകല് പങ്കെടുത്ത മറ്റൊരു പ്രോഗ്രാം കൂടി ഇതിന്റെ കൂടെ
ഒക്കെയാണ്. അന്ന് പയ്യന്നൂർ സഹൃദവേദിയുടെ സഹൃദയുടെ ഓണാഘോഷ പരിപാടിയായ പയ്യന്നൂർ ഓണത്തിന് മുഖ്യാതിഥിയായി കാരശ്ശേരി മാഷ് വളരെ വിപുലമായിട്ടുള്ള പ്രസംഗമല്ല നടത്തിയെങ്കിൽ പോലും പയ്യന്നൂരിന്റെ സംസ്കാരത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ അന്ന് അവിടെ പങ്കെടുത്ത പ്രകാശ് ബാബു എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഹാജി ഹസന്റെ ഒരു ഡിവിഷന്റെ ജനറൽ മാനേജറാണ്. പ്രകാശ് ബാബു അദ്ദേഹത്തിന് വലിയ, അതായത് കാരശ്ശേരി മാഷിൽ നിന്ന് ആദരവ് കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് ആ മൊമെന്റോ സ്വീകരിച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് ആ വേദിയിൽ പുള്ളി അത് വളരെ തൻ്റെ അച്ഛനുമായിട്ടുള്ള സൗഹൃദമൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ആ മൊമെന്റോ കിട്ടിയ ജയൻ എന്നൊരു വ്യക്തിയും, പിന്നെ അതോടൊപ്പം തന്നെ അജിത് കുമാർ മകൾക്ക് വേണ്ടി മൊമെന്റോ മേടിക്കുകയൊക്കെ ചെയ്ത കാരശ്ശേരി മാഷുള്ള ഒരു വേദിയിൽ അതൊരു വലിയ പ്രസക്തിയാണ് എന്ന് പറയുമ്പോൾ ഉണ്ടായ അനുഭവം. അപ്പോൾ കാരശ്ശേരി മാഷ് എത്രമാത്രം മലയാളിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള കാര്യം പറയാതെ വയ്യ. കാരണം ഒരു നിലപാടിന്റെ ഭാഗമാണ്. അതായത് എപ്പോഴും ആശയപരമായ പല കാര്യങ്ങളിലും കാരശ്ശേരി മാഷോട് യോജിപ്പുകളും ഉണ്ടാകുകയും ചില കാര്യങ്ങളിൽ വളരെ ശക്തമായ യോജിപ്പുകൾ ഉണ്ടാകുകയും മതേതര സമൂഹത്തിന് ഏറ്റവും ഗുണകരമാവുന്ന രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു തലമുണ്ട്. അങ്ങനെ വരുമ്പോഴും കാരശ്ശേരി മാഷയുടെ നിലപാടുകൾ ഭരണകൂടത്തിനെ നോക്കിയല്ല, അതായത് ഒരു ആര് എവിടെ എങ്ങനെ ശരി എന്നൊക്കെയുള്ള നിലപാടിന്റെ ഭാഗമായിട്ട് കൃത്യവും വ്യക്തവുമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുക എന്നുള്ളതാണ്. ഒരാളിൽ 3 ഞാനുണ്ട് എന്ന് പറയാറുണ്ടല്ലോ. ഒന്ന്, അദ്ദേഹം ലോകത്തിലെ ലോകം അറിയുന്ന അദ്ദേഹം, പിന്നെ അദ്ദേഹം പ്രസന്റ് ചെയ്യുന്ന അദ്ദേഹം, പിന്നെ അദ്ദേഹത്തിന് മാത്രം അറിയുന്ന അദ്ദേഹം. ഈ 3 ഞാനും ഒരുപോലെ ആകാനുള്ള ഒരു ശ്രമം കാരശ്ശേരിയിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബവുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആത്മബന്ധവും വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ മകൾ ഏറ്റവും സന്തോഷകരമായി ഓർത്തുവെക്കുന്ന നിമിഷങ്ങളിൽ ഒന്ന്, ആദ്യമായിട്ട് പുസ്തകം മോൾക്ക് കൊടുത്ത് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചത് എം എൻ കാരശ്ശേരിയാണ്. അത് 3 വയസ്സുള്ളപ്പോൾ. മറ്റൊന്ന് വിങ്സ് ഓഫ് ഫയർ എന്ന മഹത്തായ പുസ്തകം ഡോക്ടർ APJ അബ്ദുൽ കലാമിൽ നിന്ന് അദ്ദേഹം ഒപ്പിട്ട് നൽകിയ ഓർമ്മയാണ്. അത്തരത്തിൽ മനോഹരമായ ഇത്തരത്തിലുള്ള ഓർമ്മകളിലൂടെയാണ് കാരശ്ശേരി മാഷ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹമായിട്ടുള്ള അനേകം അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ട്. പക്ഷേ ഈ വീഡിയോയുടെ പരിമിതമായ സമയം കൊണ്ട് കാരശ്ശേരി മാഷിൻ്റെ ആയിട്ട് വന്നിട്ടുള്ള അനുഭവത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും കഥ ഒരു ചെറിയ ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. എന്തായാലും കാരശ്ശേരിയെ പോലെയുള്ള കിടാവിളക്കുകൾ എന്നും ചാലകശക്തിയായിട്ട് പൊതുസമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശരി വിളിച്ചു പറയുന്നവനായിട്ട്, ഡയോജനിസിനെ പോലെ മനോഹരമായിട്ടുള്ള വിളക്ക്, റാന്തൽ വിളക്ക് കത്തിച്ചു വെക്കുന്നവനായിട്ട് ഒക്കെ നിലനിൽക്കുമ്പോൾ MN വിജയൻ്റെയും അതോടൊപ്പം തന്നെ സുമാർ അഴീക്കോടിൻ്റെയൊക്കെ ഒരു തുടർച്ച നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. നമുക്ക് ശരി വിളിച്ചു പറയാൻ, നമുക്ക് രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ, നമുക്ക് സമൂഹത്തിന് ഇങ്ങനെയാണ് ചലിക്കേണ്ടത് എന്ന് പറയാൻ ഇതുപോലുള്ള കുറച്ച് വ്യക്തിത്വങ്ങളുടെയും കൂടി ശബ്ദം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഈ അവസരത്തിൽ ഓർക്കുന്നു. സന്തോഷം.